ഹലോ ആ വിളിച്ചോളൂ. ഹലോ മോൻ വിളിച്ചോ? ഒട്ടും കേൾക്കാൻ വയ്യ. ഇവിടെ കിടന്ന വാപ്പ ഇപ്പൊ ഊരി വെച്ചേ ചെയ്തിട്ടുള്ളത് കൊടുത്ത് ഉണ്ടായില്ല. അപ്പൊ ആഹാ ഓ എന്താ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കൈകളിലായിരുന്നു അങ്ങോട്ട് കയറി കിടന്ന്. ഹലോ പറ. മോൻ ചേച്ചിയെ കൊണ്ടുവിട്ടേലും പോവാണോ? മഴയില്ല, ഇല്ല. പനിയുടെ ഇതൊക്കെയാണ് മാറിയല്ലോ. ഇന്നലെ ഉച്ചയ്ക്ക് പിന്നെ മഴയൊക്കെ അല്ലെ രാത്രിയിലെ കുറച്ച് മതി മലപ്പാട് അവിടെ കിടന്ന് ഉറങ്ങണം. പിന്നെ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ശരീരവും കൂടെ നോക്കണ്ടേ. ഞാൻ പിന്നെ വണ്ടി ഓടിച്ചു. അതെ മതിമാണ്. തൽക്കാലം കുറച്ച് ദിവസം ഇങ്ങനെ വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കും. പ്രശ്നമായി 12 മണി 11 മണിക്ക് ലീവാണെങ്കിൽ ഇങ്ങോട്ട് പോയി. ഇവിടെ വന്ന് ചൂട് കൊണ്ട് 2 മണിയാകുമ്പോൾ അല്ല പറഞ്ഞാ പോയോണ്ടിരിക്കാം. കഴിക്കാം. വൈകിട്ട് അവര് വിളിക്കുന്നുണ്ടോ? കിട്ടുന്ന ഇവിടെ നോക്കണം ശമ്പളം. മദ്യത്താന്നൊക്കെ പറഞ്ഞിട്ടും കിഡ്സുകാരെ ഏറ്റെടുത്തെന്ന് പറയുന്നു. ഇവിടെ വന്ന് ചോറ് കൊണ്ടു ഇച്ചിരി നേരം വേണേൽ കിടന്ന് ഉറങ്ങിയിട്ട് പോകാം. ഇവിടെ നല്ല കാര്യമില്ല. കേറുമ്പം പറയണേ. ഇത് വല്ല ഊണ് കഴിക്കാൻ ഇച്ചിരി നേരം അതിലെ കിട്ടുന്ന എന്തിയെ കിട്ടും മീനൊക്കെ കിട്ടുന്നത്. ഇവിടെ നിന്ന് കിട്ടിയത് ഊള അറിയാവോ? ഊള ശീലാവോ? നല്ല മീന. അതെ അതെ നല്ല മീന. മുറ്റിയതും കൂടെ കിട്ടണം. ഇത് ഒരു 2 മത്ത് കൂടിയ നീളമേ ഉള്ളൂ. 1 കിലോ 12 എണ്ണം 10 എണ്ണം എന്നാണ് പറയുന്നത്. പിന്നെ മോനെന്തോ പറയുന്നു. എന്ന് വരുവന്? അവനെന്തോടെ പറഞ്ഞു 20-ാം തീയതി വരും. നാളെ 20-ാം തീയതി. എൻ്റെ സാധനമൊക്കെ ഇങ്ങ് വരണ്ടേ? കാറും
ബാംഗ്ലൂർ തന്നോ? ബാംഗ്ലൂരോ? ആ ഉണ്ട്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. വല്യത്ത് കിംസിൽ വിളിക്കുന്നു. വല്യത്ത് കിംസിൽ വല്യത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിംസ് എടുത്തല്ലോ. ആ ആശുപത്രി അതാ പറഞ്ഞു വല്യത്ത് കിംസ്. അതിന്റെ പേര് കിംസ് കിംസ്. അപ്പൊ സജീവ് അങ്ങനെ പറഞ്ഞു. ഞാൻ സജീവ് പറഞ്ഞു വല്യത്തെ കിംസ്. അത് തന്നെ. പിന്നെ അവിടെ കയറാൻ ഉദ്ദേശിക്കുക. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണും കഴിച്ച് ഒന്ന് കിടന്ന് വിശ്രമിച്ച് വീണ്ടും പോകാമല്ലോ. ഞാൻ അങ്ങനെ തീരുമാനിച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയണം. ചാർജ് എടുക്കാൻ ഇവിടുന്ന് വരുമ്പോഴേ നമ്മളറിയണം. എവിടെയും ഇവിടെ വന്നു ഒക്കെ പോകണ്ടോ ഇത്രയും പറഞ്ഞു. പിന്നെ മോന് 2 ആഴ്ചയോടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. വലിയ മോൻ അവൻ്റെ മോന് ആക്റ്റീവ്. അവരവിടെ തന്നെ ജോലി ചെയ്യാൻ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജമീല തൊടുവേലയില്ല. ഞാൻ പറഞ്ഞു മോളെ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം. സജീവ് വിളിക്കുന്നു. ഇനി ഒന്ന് വിളിക്കട്ടെ. അവൾ എന്തിനാണെന്ന് അവൾ ഒറ്റയ്ക്കേ ഉള്ളു. ഓ